മലപ്പുറം പരപ്പനങ്ങാടിയിൽ ലോറികൾ കൂട്ടിയിടിച്ച അപകടം. പരിക്കേറ്റ ഒരാളെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുടുങ്ങിക്കിടക്കുന്ന ആളെ ലോറി വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, അപകടമുണ്ടായത് എങ്ങനെയാണ്? നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യനില എങ്ങനെ? മറ്റൊരാളെ പുറത്തെടുക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? പ്രവിത, അല്പസമയം മുന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കൃത്യമായി പറയുകയാണെങ്കിൽ 11:15 കൂടിയാണ് പരപ്പനങ്ങാടി ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത്. പരപ്പനങ്ങാടി ഭാഗത്തു നിന്നും താന്നൂർ ഭാഗത്തേക്ക് പോകുന്ന ലോറിയും തിരിച്ചും വരുന്ന ലോറികൾ തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. ഇതിൽ 2 ലോറികളിലും ഡ്രൈവർമാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരു ലോറിയിലെ ഡ്രൈവറായിരിക്കുന്ന കാരന്തൂർ സ്വദേശി റഷീദിനെ നിലവിൽ ലോറിയിൽ നിന്നും പുറത്തെടുത്ത് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു ലോറിയിലുള്ള ആളെ ഇതുവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശങ്കകരമായിട്ടുള്ള ഒരു കാര്യം. അപകടം കഴിഞ്ഞ് ഏതാണ്ട് അരമണിക്കൂർ പിന്നിടുന്ന ഒരു സമയത്താണ് ഇതുവരെ പുറത്തെടുക്കാൻ കഴിയാതെ നിൽക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒപ്പം തന്നെ സന്നദ്ധ വളണ്ടിയർമാരും ചേർന്നുകൊണ്ട് ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ്. ലോറി വെട്ടിപ്പൊളിച്ചാണ് ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവിത, ശരി. മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് അപകടമുണ്ടായത്. ലോറികൾ കൂട്ടിയിടിച്ച അപകടം. ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി, എന്നാൽ മറ്റൊരാളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്.